നടു റോഡിൽ കള്ളു കുടിച്ച് ബഹളമുണ്ടാക്കുന്ന ഭാര്യ. അന്ന് ആ കവിത എഴുതിയപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവത്തില്ല ഈ ഭാര്യമാരെല്ലാം ഇന്ന് ഈ ലെവലിലേക്ക് മാറുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. ആണുങ്ങളൊക്കെ ഇനി സൈഡിലോട്ട് മാറി നിന്നോ, ആണുങ്ങളെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് ചേച്ചിമാര് പൊതുനിരത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കള്ളു കുടിച്ച് പാമ്പായിട്ട് ആണുങ്ങളുടെ മെക്കിട്ട് കയറാൻ. അപ്പം നമുക്ക് ആ പാട്ടൊന്ന് മാറ്റി പൂമുഖമാതുക്കൽ സ്നേഹം തുളുമ്പുന്ന പൂന്തിങ്കളാകുന്നു ഭർത്താവ് എന്നാക്കേണ്ടി വരും. പാട്ടൊക്കെ മാറ്റുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുന്നതിന് മുന്നേ ഈ വീഡിയോ കണ്ട നിങ്ങൾ ആരെങ്കിലും ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അന്വേഷിച്ചായിരുന്നോ? എങ്കിൽ ഞങ്ങൾ കുറച്ച് പേര് അന്വേഷിച്ചായിരുന്നു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഇവരുടെ പേര് അമ്പിളി. ചാരുമോട് എന്ന സ്ഥലത്ത് നേരത്തെ ഒരു STD ബൂത്ത് ഉണ്ടായിരുന്നു. ആ STD ബൂത്തിൽ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരിയായിരുന്നു ഈ പറയുന്ന അമ്പിളി. അമ്പിളിക്ക് ഒരു അസുഖമുണ്ട്. ശരീരത്തിലെ സോഡിയത്തിന്റെ ലെവല് ക്രമാതീതമായി താഴും. അങ്ങനെ താഴുന്ന സമയത്ത് അമ്പിളിക്ക് ചില മാനസിക വിഭ്രാന്തികളുണ്ടാകും. അങ്ങനെ ഉണ്ടായ ഒരു വിഭ്രാന്തിയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് അടിച്ച് പാമ്പായി സ്ത്രീ നടുറോഡിൽ ബഹളം വെച്ചു എന്ന തരത്തിൽ ഇപ്പോൾ വീഡിയോകളായിട്ട് പ്രചരിക്കുന്ന ആ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. അതിനെക്കുറിച്ച് മഞ്ജു ആന്റണി എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ ചെയ്ത വീഡിയോ ആണ് ഞാൻ തുടക്കത്തിൽ വെച്ചത്. എന്തായാലും ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നു. ഞാൻ ഇപ്പോൾ നാട്ടിലല്ലുള്ളത്, ഞാൻ സൗദി അറേബ്യയിലാണ്. ഞാൻ 2002 വരെ നാട്ടിൽ പ്രൈവറ്റ് ബസ് ഓടിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന സമയത്താണ് എനിക്ക് അമ്പിളിയെ പരിചയമുള്ളത്. അമ്പിളി എന്ന ചാരുമൂടിൽ STD ബൂത്തിൽ ഇരിക്കുവാണ്. അമ്പിളിയെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ചാരുമൂട് കായംകുളം പുനലൂർ റോഡിൽ ചാരുമൂട് ജംഗ്ഷനിൽ നിന്നും തെക്കോട്ട് പോകുന്ന താമരക്കുളത്തിന് പോകുന്ന ജംഗ്ഷനിൽ KKSL വെയിറ്റ് ഷെഡ് ഉണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട്. ഇപ്പം STD ബൂത്ത് അവിടെ ഇല്ല. ആ മെഡിക്കൽ സ്റ്റോറിൽ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അമ്പിളിയെ പറ്റി കറക്റ്റ് വിവരങ്ങൾ അറിയാം. അമ്പിളിക്ക് പണ്ട് മുതലേ സോഡിയം, അതായത് സോഡിയത്തിന്റെ അളവ് കുറയുകയും അമ്പിളി മാനസിക വിഭ്രാന്തി കാണിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. ഞാൻ ലാസ്റ്റ് അമ്പിളി കാണുന്നത് 2004-ലാണ്. ഞാൻ റിവ്യൂ വന്നിട്ട് ആദ്യത്തെ പ്രാവശ്യം നാട്ടിൽ പോകാം. 2004-ലാണ് ഞാൻ അവസാനമായിട്ട് അമ്പിളിയെ കണ്ടത്. ഈ അസുഖം ഉണ്ടാകുന്ന സമയത്ത് അമ്പിളിയെ പിടിച്ചാലൊന്നും നിൽക്കത്തില്ല. ഭയങ്കര ആരോഗ്യമാണ്. പിടിച്ചാലൊന്നും നിൽക്കത്തില്ല. ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയതുമാണ്. അതൊക്കെ എനിക്കറിയാവുന്നതാണ്. അത് കുഴപ്പമില്ലെന്നല്ലേ ചോദിച്ചത്. ഞാൻ കണ്ട വീഡിയോയിലൊക്കെ എഴുതണം. ഞാൻ ഇങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. വേറെ മോശം തെമ്മാടുത്ത എഴുതുന്നതിന് ഒരു പരിധി വേണമെന്നാണ് ഞാൻ കണ്ട വീഡിയോയിലൊക്കെ എഴുതിയിരിക്കുന്നത്. അതല്ലെങ്കിൽ തന്നെ ഇവർക്ക് നൂറിനാട് പോലീസ് സ്റ്റേഷനോ തെറ്റാണെന്ന് വെച്ചാൽ സംഭവം എന്നാണ് ഞാൻ കണ്ടത്. അപ്പൊ തെറ്റാണെന്ന് പറയുന്നത് നൂറിനാട് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്നതാണ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു കോൾ ചെയ്തിട്ട് ചോദിച്ചു പറഞ്ഞാൽ ഇവർക്ക് ഒരു കോൾ ചെയ്താൽ നൂറിനാട് പോലീസ് സ്റ്റേഷനിൽ ഇന്ന പോലെ സംഭവം ഉണ്ടോ, ശരിയാണോ? അപ്പോൾ ഇതാണ് ഈ വീഡിയോയുടെ പിന്നിലുള്ള യാഥാർത്ഥ്യം. സോഡിയത്തിന്റെ ലെവല് ക്രമാതീതമായി കുറയുമ്പോൾ ഈ സ്ത്രീക്ക് മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും. ആ ഒരു സമയത്ത് ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ആർക്കും മനസ്സിലാവില്ല. അതാണ് യാഥാർത്ഥ്യം. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് കുറേയധികം യൂട്യൂബേഴ്സ് ഇതെടുത്ത് വെച്ച് വീഡിയോ ആയിട്ട് ചെയ്തത്. അതേപോലെ തന്നെ ഫേസ്ബുക്കിലും അവരെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഫേസ്ബുക്കിലും കൂടി പങ്കുവെക്കുന്നത്.